അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പകര ബാപ്പൂട്ടി മുസ്ലിയാരെ AP സമസ്തക്കാർ തള്ളിപ്പറഞ്ഞു തുടങ്ങി എന്നുള്ള ഒരു ന്യൂസ് ഇന്ന് കണ്ടു. അതായത് ന്യൂസ് 80 കേരള എന്ന് പറയുന്ന ന്യൂസ് ചാനലിൽ ഇന്നൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ പകര ബാപ്പൂട്ടി മുസ്ലിയാരുടെ വീഡിയോ കാണിച്ചു. നമ്മൾ ഇന്നലെയൊക്കെ കാണിച്ച വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന ആ ഒരു വിഷയമുണ്ടല്ലോ. ഇദ്ദേഹത്തിന്റെ 9 മക്കളെയും ഇദ്ദേഹം തന്നെയാണ് ഡോക്ടറായി നിന്നുകൊണ്ട് പ്രസവമെടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ച് ഇന്നലെ കാണിച്ച വീഡിയോ ആണ്. ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോകൾ കാണിച്ചുകൊണ്ട് ഇന്ന് ന്യൂസ് 80 കേരള എന്ന് പറയുന്ന ചാനൽ വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ആ ചർച്ചയിൽ അവതാരകൻ പറയുന്നതായി കണ്ടു, പിന്നെ പകര ബാപ്പൂട്ടി മുസ്ലിയാർ AP സമസ്തയിലുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കാര്യമായ സ്ഥാനങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അദ്ദേഹം ഇതിന്റെ സംഘടനയിൽ ഒരുത്തൻ എന്ന രീതിയിൽ മാത്രമാണ് പിന്നെ അവർ സംസാരിച്ചിട്ടില്ലെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അത് കേൾക്കാം. അതിനു മുമ്പേ ഇതിങ്ങനെ വിവാദമൊക്കെ ആയതെന്തിന്റെ പേരിൽ എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. മടവൂർ ഖാഫില എന്ന് പറയുന്ന സിറാജുദ്ദീൻ ലത്തീഫി ഇപ്പോൾ ജയിലിലാണുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ പിന്നെ വീട്ടിൽ നിന്ന് പ്രസവിക്കുകയും പ്രസവത്തെ തുടർന്ന് ആ സ്ത്രീ മരണപ്പെടുകയും ഒക്കെ ചെയ്തു. അത് വലിയ വിവാദമായി. ഇപ്പോഴും അത് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് പ്രോത്സാഹനം നൽകിയത് ആരാണ് എന്നുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് പ്രചോദനം നൽകിയത് ആരാണ് എന്നുള്ളതെല്ലാം ഒരു ചർച്ചയാണ്. ആ ചർച്ചയിലാണ് ഇങ്ങനെയുള്ള പകര ബാപ്പൂട്ടി മുസ്ലിയാരെ പോലെയുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെ ഏഷ്യാനെറ്റ് ന്യൂസിലാണെന്ന് തോന്നുന്നു കാണിച്ചത്. അതേപോലെയുള്ള ആളുകളൊക്കെ സംസാരങ്ങളൊക്കെ ഇപ്പോൾ മൊത്തത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്കെതിരെയും ഈ നിയമ നടപടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള ന്യൂസുകളും മറ്റു കാര്യങ്ങളും വേറെ വരുന്നുണ്ട്. എന്തായാലും 30 തിന്നവൻ വെള്ളം കുടിക്കണമെന്നൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ മാത്രമല്ല പരലോകത്ത് വേറെയും അനുഭവിക്കാനുണ്ട് എന്ന് മുസ്ലിയാക്കന്മാരെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്ക് പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞത് ആദ്യം ഒന്ന് കേൾക്കാം. ഒരു ചെറിയ അസുഖമായി ഓടി ഹോസ്പിറ്റലിലേക്ക്. കണ്ടോ, ഇന്നലെ നമ്മൾ കാണിച്ചതാണ് ഇതൊക്കെ. കണ്ടോ, ഇനി ഇദ്ദേഹം പറയുന്ന കേട്ടോ. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് സെന്ററിൽ ചെന്നിട്ട് സ്കാനിങ് ചെയ്യാൻ പറ്റില്ല. ഡോക്ടറെ സമ്മതം വേണം. ചെയ്യാൻ പോവാ. കണ്ടോ, അപകടം വരും ചങ്ങായേ. കുട്ടിയുടെ ബ്രെയിൻ കേട് വന്നു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ വീട്ടിൽ നിന്ന് പുറത്തു വിടും. ഈ വിഷയമൊക്കെ ന്യൂസൊക്കെ പുറത്തു വിടണമെന്ന് പുറത്ത് വിട്ടോണ്ട് ഇപ്പം പെട്ടത് 9 പ്രസവിച്ച് ഹോസ്പിറ്റൽ എന്ത് ഡോക്ടർ എന്ത് അറിയില്ല. എന്റെ ഭാര്യ ഇത് 1-ാം മാസം മുതൽ 10-ാം മാസം വരെ ഡോക്ടർ നമ്മൾ തന്നെ. ഡോക്ടർ ഇയാൾ തന്നെ. ഒരു ഡോക്ടർ അറിഞ്ഞിട്ടില്ല. ഒരു പരിശോധന സ്കാനിങ് ഒന്നുമില്ല. ഈ സ്കാനിങ് മുമ്പ് വന്ന കാലത്ത് ഭയങ്കര അപകടമായിരുന്നു. പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. സ്കാനിങ് അപ്പൊ കൃത്യമാണല്ലോ. അപ്പൊ പകര ബാപ്പൂട്ടി മുസ്ലിയാർ പറഞ്ഞതൊക്കെ ഇപ്പോൾ AP സമസ്തക്കാർ തള്ളിപ്പറയുന്നുണ്ട് എന്നാണ് കേൾക്കാൻ വേണ്ടി കഴിയുന്നത്. എന്നാൽ ഈ AP സമസ്തക്കാർ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ? ഇവരുടെ ഒരു കൂലി പ്രഭാഷകരുണ്ടല്ലോ, നമ്മുടെ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സഖാഫി. അദ്ദേഹം ഈ പറയുന്ന പകരയെ വളരെ നല്ല രീതിയിൽ മെഴുകിയിട്ടുണ്ട്. എന്താ കേട്ടോളൂ. ഈ അടുത്ത് വല്ലാതെ ആലിമീങ്ങളെ പരിഹസിക്കുന്ന ഒരു പോയത്തക്കാരന്റെ സംസാരം കേട്ടപ്പോ ആ ചങ്ങാതി മനസ്സിലാക്കിയത് ബഹുമാനപ്പെട്ട പകര ഉസ്താദാണ് CM മഖാമ് കൈകാര്യം ചെയ്യുന്നത്. അവിടെ വരുന്ന നീർച്ചപ്പെട്ടി മുഴുവൻ ഉസ്താദിനുള്ളതാണ്. ഉസ്താദ് ഒരു 25 വർഷത്തിലേറെ കാലമായി ഒരു നാട്ടിൽ, അതും പാരമ്പര്യമായ പണ്ഡിത സാന്നിധ്യം കൊണ്ട് വൈജ്ഞാനിക നിറച്ചാർത്ത് നൽകിയ ഒരു നാട്ടിലെ ഒരു പണ്ഡിതൻ 20-ലധികം വർഷം ജീവിക്കാനും ദീനീ ഖിദ്മത്ത് എടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആലിമീങ്ങളെ പരിഹസിച്ച് തോൽപ്പിക്കാൻ വിവരദോഷികൾക്ക് സാധിച്ചേക്കാം വൈജ്ഞാനികപരമായ ആരോഗ്യകരമായ സംവാദങ്ങളിലൂടെ. അപ്പൊ കേട്ടില്ലേ, ഈ പകര ബാപ്പൂട്ടി മുസ്ലിയാരെ മെഴുകിയാണ്. അദ്ദേഹത്തെ പലരും പരിഹസിച്ചു. എന്തിന്റെ പേരിൽ? മടവൂർ കാഫിലക്കാരൻ ചെയ്ത പരിപാടി തുടങ്ങിയതിന് കാഫിലക്കാരൻ വരുന്നതിന് മുമ്പേ സംസാരിച്ചതാരാണ്? ഇന്നലെ നമ്മൾ കാണിച്ചൊരു വീഡിയോയിൽ മുസ്ലിയാരെ പറയുന്നുണ്ടല്ലോ, പകര ബാപ്പൂട്ടി മുസ്ലിയാരാണ് ഈ പറയുന്ന CM മടവൂരിന്റെ കറാമത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇയാൾ CM മടവൂരിന്റെ മാത്രമൊന്നല്ല, കാന്തപുരത്തെ കുറിച്ചും പറഞ്ഞല്ലോ. കാന്തപുരം അറിയാതെ അള്ളാഹു താല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റസൂലുള്ളാഹിനെ കാണുക കാന്തപുരം ടിക്കറ്റ് മുറിച്ചു കൊടുക്കുന്ന കഥയെല്ലാം പറഞ്ഞത് ഒന്നും ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. മുസ്ലിയാക്കന്മാരെ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഇയാളെ വലിയ രീതിയിൽ പ്രശംസിച്ചിട്ടുള്ള ആളാണ് വഹാബ് സഖാഫി. വഹാബ് സഖാഫി ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, വേറെയും പറഞ്ഞിട്ടുണ്ട്. ഇതായി പറഞ്ഞത് കൂടി നിങ്ങളൊന്ന് കേൾക്കുക. ബഹുമാനപ്പെട്ട പകര ഉസ്താദ് മതത്തിന്റെ പേരിൽ മതവേദികളിൽ വെച്ചു പറഞ്ഞ ഓരോ അക്ഷരങ്ങളും അത് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലത്തിലുള്ള മതവിശ്വാസങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ പറ്റിയ തറവാട്ടിൽ ജനിച്ച ആർജവത്വമുള്ള അത് മുഴുവനും പകര ഉസ്താദിന് സ്ഥാപിക്കാൻ കഴിയും. അതുകൊണ്ട് തൽക്കാലം ഇതൊന്നും ജൽപ്പനമായി താങ്കൾ കൂട്ടേണ്ടതില്ല. ഓക്കെ, അപ്പോ കൃത്യമാണ്, വ്യക്തമാണ്. ഇനി ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരല്ലോ. കൃത്യമായി തന്നെ ഇദ്ദേഹത്തിന് ഉപഹാരങ്ങളൊക്കെ ഇങ്ങനെ കാന്തപുരത്തൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശംസിച്ച് പിന്നെ ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഉള്ള ദർസൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാകുമ്പോൾ സ്വാഭാവികമാണല്ലോ അദ്ദേഹത്തിന് ആ രീതിയിൽ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ. കാന്തപുരത്തിനൊക്കെ എയറിലാക്കിയ മനുഷ്യനാണ്, വലിയ എന്തൊക്കെയോ ആക്കി മാറ്റിയ ഒരു മനുഷ്യനാണ് പകര ബാപ്പൂട്ടി. നടത്തുന്ന എന്ന സംഗമം 19, 20, 21 ദിവസങ്ങളിൽ മലിക്കുൽ മുളഫർ എന്ന പ്രോഗ്രാമാണ് കേട്ടോ. പൊന്നാനിയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് പകര മുഹമ്മദ് ഹസനിക്ക് ചാലിയ മുദരിസ് വലിയ ദർസാണ് എന്നാണ് ഇവര് തന്നെ പറയാറുള്ളത്. ഏറ്റവും വലിയ ദർസ് ഇയാൾ തന്നെ പറയുന്നുണ്ട്.
അവാർഡ് നൽകപ്പെടുന്നു. അവാർഡ് നൽകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ആ അവാർഡ് മനസ്സിലായല്ലോ. അവിടെ ഇനി അവാർഡ് നൽകുന്നതിനെ കുറിച്ചിട്ട് ഇതാ നമ്മുടെ മറ്റൊരാളും പറയുന്നത്, രണ്ടാമൻ കയ്യിൽ ബുഖാരി. എന്തുകൊണ്ടും അർഹൻ. AP സമസ്തയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ എന്തുകൊണ്ടും അർഹനാണ്. തന്റെ പ്രഭാഷണം മുഴുവനും തന്റെ ജീവിതം മുഴുവനും മദ്ഹുർ റസൂലിൽ റസൂലിൽ നീക്കിവെച്ച മഹാനായ പകർ ഉസ്താദ്. പകർ ഉസ്താദ്. ഹഫിളഹുല്ലാഹ് വറആ. ഹഫളഹുല്ലാഹ് വറആ. ഇനി എങ്ങനെ നിങ്ങൾ നിഷേധിക്കല്? എങ്ങനെ മനസ്സിലാക്കാൻ പറയാം? നിങ്ങൾക്ക് എങ്ങനെ ഉളുപ്പ് എന്ന സാധനം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞത് ചാനലുകാരനോട്? സഹായിച്ച എല്ലാവർക്കും. ഈ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. പിന്നെ ഇവരെന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിനെല്ലാം പിന്നെ ബർക്കത്ത് നൽകാൻ മാത്രമാണെന്നല്ല ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾക്ക്. ഇവർ നമുക്ക് കൃത്യമായി ഇദ്ദേഹം പറയുന്നത് കേൾക്കാം. പകര മുഹമ്മദ് അക്സനി ഇദ്ദേഹത്തെ പക്ഷേ ഇപ്പോൾ ആരും ഏറ്റെടുക്കുന്നില്ല. തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ AP സമസ്തയുടെ പ്രതിനിധികളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇദ്ദേഹം ഞങ്ങളുടെ ഔദ്യോഗികമായ ഒരു ഭാരവാഹിത്വം വഹിക്കുന്നയാൾ അല്ല എന്നാണ്. പക്ഷേ ഞങ്ങളുടെ വിഭാഗത്തിലുള്ള ആളായിരിക്കാം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഏറ്റെടുക്കാതിരിക്കുന്നത് ഒരു നല്ല കാര്യമാണല്ലോ. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, അത് നല്ല കാര്യമാണ്. ഏറ്റെടുക്കാതിരിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഏറ്റെടുക്കാണ്ട് ഒഴിവാക്കാൻ വേണ്ടി പറ്റൂല. അതാണ് വിഷയം. അങ്ങനെയൊന്നും AP സമസ്തക്കാർക്ക് ഏറ്റെടുക്കാതെ ഒഴിവാക്കാനൊന്നും ആരെ പറ്റില്ല. ഈ പറയുന്ന പകര ബാപ്പൂട്ടി മുസ്ലിയാരെ അഹസനിയെ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് മാത്രം ഒരുപാട് ദീനി ഖിദ്മത്ത് ചെയ്ത, ദീനിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത മഹൽ വ്യക്തിത്വമാണ് നമ്മുടെ എന്താണ് ഈ പകര ബാപ്പൂട്ടി മുസ്ലിയാരി. അങ്ങനെ അദ്ദേഹത്തിന്റെ ചങ്കുപൊട്ടി പോലും നിങ്ങൾ അങ്ങനെയൊക്കെ തള്ളി പറഞ്ഞു കഴിഞ്ഞാല് മുസ്ലിയാക്കന്മാരെ നിങ്ങൾ ഒരു വിളവീട് നടക്കൂല. ഇത് കേരളമാണ്, മനസ്സിലായല്ലോ. നിങ്ങൾ ഈ പാമര ജനതയെ പലതും പറഞ്ഞ് പറ്റിച്ചിട്ട് അതൊക്കെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുക എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് പണി കിട്ടും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മുസ്ലിയാക്കന്മാർക്ക് ഇതിനൊക്കെ പണി ഇവിടുന്ന് തന്നെ കിട്ടും. മുഖം കെടും. ദീൻ കൊണ്ടാണ് നിങ്ങൾ കളിച്ചത്. ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇതൊക്കെ നിർത്തൂ. ഞങ്ങൾ ഇതൊക്കെ പിൻവലിച്ചിരിക്കുന്നു. അതല്ലാതെ വേറെ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ പറയാം, സമസ്തക്കാർക്ക് മൊത്തത്തിൽ പറയാം, ഞങ്ങൾ ഇതുവരെ പറഞ്ഞതൊക്കെ ദീനി വിരുദ്ധമായ കാര്യങ്ങളാണ്. CM മടവൂരിനെ കുറിച്ച് പറഞ്ഞതാകട്ടെ, കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞാകട്ടെ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ദീനി വിരുദ്ധമായി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞങ്ങൾ ദീനി വിരുദ്ധമായി പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ തിരുത്തണേ എന്നൊക്കെ നിങ്ങൾ മുസ്ലിയാക്കന്മാർ പരസ്യമായി ഒരു സമ്മേളനം വിളിക്കൂ. എന്നിട്ട് നിങ്ങളുടെ AP സമസ്തയിലെ മൊത്തം ആൾക്കാരെയും വിളിക്കൂ. എന്നിട്ട് പരസ്യമായി അങ്ങ് പ്രഖ്യാപിക്കൂ. അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഏത് മുസ്ലിയാരെ തള്ളി പറഞ്ഞിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ നിങ്ങളെ രക്ഷപ്പെടാൻ ഞങ്ങൾ വിടുകയും ചെയ്യില്ല. നിങ്ങൾ ഇസ്ലാം മതം കൊണ്ടാണ് കളിച്ചത്, അള്ളാഹുവിന്റെ മതം കൊണ്ടാണ് കളിച്ചത്. മനസ്സിലായല്ലോ. നിങ്ങൾ ഈ ഷിർക്കും ഖുറാഫാത്തും ബിദഅത്തും ഒക്കെ ഇസ്ലാമിന്റെ പേരിൽ വരവ് വെച്ചത്. എന്നിട്ടോ അതിലൂടെ പാമര ജനതയെ പറഞ്ഞു പറ്റിച്ച് ഉദരപൂരണം നടത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല മുസ്ലിയാക്കന്മാരെ. നിങ്ങൾ പെടുക തന്നെ ചെയ്യും. നിങ്ങളിങ്ങനെ തള്ളാൻ തുടങ്ങി ആരൊക്കെ നിങ്ങൾ തള്ളും? കാന്തപുരത്തെ തള്ളേണ്ടി വരില്ലേ? വെറ്റില മുറുക്കാൻ കൊടുത്ത കാന്തപുരം പ്രസവിക്കാനായ പെണ്ണി വെറ്റിലയിൽ ആയത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആയത്ത് പേരോട് പറഞ്ഞിട്ടില്ല ആ കാര്യം, കാന്തപുര ഉസ്താദ് പറഞ്ഞെന്ന്. അതുപോലെ വേറൊരു മുസ്ലിയാരും പറയും, നമ്മൾ കണ്ടതല്ലേ. അതുകൊണ്ട് എന്താണ് മുനീർ ബാക്കവി എന്ന് പറയുന്ന ഒരു മുസ്ലിയാരി. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. പെടുമ്പോൾ നിങ്ങൾ എല്ലാവരും പെടും. നിങ്ങളെ സമസ്താലയം എന്ന് പറയുന്ന AP സമസ്താലയം എന്ന് പറയുന്ന കൂടാരത്തിന് തന്നെ പണി കിട്ടും. ആ മർക്കസ് എന്ന സർക്കസ് കൂടാരമൊക്കെ പൂട്ടേണ്ടി വരും എന്നതിൽ ഒരു സംശയവുമില്ല. സാധാരണക്കാരോട് പറയാനുള്ളത് മുസ്ലിയാക്കന്മാർ ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുക. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.